എല്ലാവർക്കും PNV അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചരിത്ര ക്വിസാണ്. കേരളം നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് നമ്മുടെ ടോപ്പിക്. നമുക്ക് നേരം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മഹാശിലായുഗ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന വയനാട് ജില്ലയിലെ ഗുഹ ഏതാണ്? എടക്കൽ ഗുഹ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരെല്ലാമായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചിലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആരാണ്? മഹാറാണി ഗൗരി പാർവതിബായി. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു? ഇരയിമ്മൻ തമ്പി. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. പ്രശസ്തമായ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാൻ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? സ്വാതി തിരുനാൾ. കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? AD 825. ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത് യുദ്ധമാണ്? പഴശ്ശി യുദ്ധം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. കുറിച്യർ ലഹള നടന്നത് ഏത് വർഷത്തിലാണ്? 1812 വയനാട് ജില്ലയിൽ. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ചാനാർ ലഹള. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതാണ്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനം വരിക വരിക സഹചരേ. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനെതിരായും നടന്ന സമരം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരം പുന്നപ്ര വയലാർ സമരം 1946. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം മുത്തങ്ങ സമരം. മുത്തങ്ങ സമരം നടന്ന ജില്ല ഏതാണ്? വയനാട്. മുത്തങ്ങ സമരം നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? CK ജാനു. 2003 സമരം നടന്നത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് പഴശ്ശിരാജ.
കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? പയ്യന്നൂർ. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണ്? പഴശ്ശിരാജാവ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി ആരാണ്? AK ഗോപാലൻ. AKG എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസകൃതി ഏതാണ്? രഘുവംശം. പ്രാചീന കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നന്നങ്ങാടികൾ. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശികൾ അറബികൾ. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച്. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവം ഏതാണ്? തൃപ്പടിദാനം. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴായിരുന്നു? 1920. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പരസ്യവാക്യം സ്വീകരിച്ച സംസ്ഥാനം കേരളം. ചരിത്രവുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങളത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.